വണക്കം. ബംഗ്ലാദേശ് കലാപം. ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ ഇപ്പോഴും കലാപം തുടരുകയാണ്. മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയനാണ് അമേരിക്കയുടെ കളിപ്പാവയായി അവിടെ ഇപ്പോൾ ഭരണം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മുഹമ്മദ് യൂനിസിന്റെ അക്കൗണ്ട് വഴിയാണ് മുഴുവൻ ഫണ്ടുകളും ആ കലാപത്തിന് വേണ്ടി വന്നതെന്നാണ് പല ആൾക്കാരും ആരോപിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും അതിൽ വ്യക്തമായിട്ടുള്ളൊരു പരിശോധനയൊന്നും വരുത്താൻ അവർ തയ്യാറാകില്ല എന്നുള്ളൊരു വിഷയം നമുക്കെല്ലാവർക്കും കൃത്യവും വ്യക്തവുമായിട്ട് അറിയാമെന്നുള്ളൊരു കാര്യമാണ്. ബംഗ്ലാദേശിലെ എല്ലാ അണത്തിനെയും അടിച്ചോട്ടിച്ചു. ഷേഖ് ഹസീനയുടെ അടിവസ്ത്രം വരെ അടിച്ചു മാറ്റി അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർ കലാപം അഴിച്ചു വിട്ടപ്പോൾ കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസിനെയാണ് ഇവന്മാർ തോളി കയറ്റിയത്. ബംഗ്ലാദേശിലെ ചീഫ് ജസ്റ്റിസിനോട് 1 മണിക്കൂർ കാര്യം അതിനകത്ത് ആ ബേ ഓഫ് ബംഗാളിലോട്ട് എടുത്ത് ചാടിക്കണം, ഇല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ എടുത്തിടും, അതിൽ നിങ്ങളുടെ കൂടും കുടുക്കുകയും കൂടെ കാണുമെന്ന് പറഞ്ഞപ്പോൾ ചീഫ് ജസ്റ്റിസ് ഗത്യന്തരമില്ലാതെ രാജിവെക്കേണ്ടി വന്നു. അവിടെയുള്ള സ്റ്റുഡൻറ് പ്രക്ഷോഭകരെല്ലാം, അതായത് വിദ്യാർത്ഥി പ്രക്ഷോഭകരെല്ലാം, അതിനകത്ത് ഒരുപാട് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം ഷേഖ് ഹസീന പറന്നപ്പോൾ കൈയൊട്ടി ചിരിച്ചെങ്കിലും ഷേഖ് ഹസീന അവിടെ നിന്ന് പോയ ശേഷം തങ്ങളുടെ കവചം നഷ്ടമായി. അതായത് ന്യൂനപക്ഷത്തിൻ്റെ ആ വലിയൊരു സംരക്ഷണ കവചം നഷ്ടമായി. അങ്ങനെ ഈ കൂടെയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭകർ തന്നെ തങ്ങൾക്കെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി. ഞങ്ങൾക്കിപ്പോൾ ഷേഖ് ഹസീനെ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള അലമുറകൾ അവിടെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഷേഖ് ഹസീനയുടെ ഒരു കത്ത് പുറത്തു വന്നത്. ആ കത്തെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ ജനങ്ങളെ അറിയിക്കാനായി ഷേഖ് ഹസീന പാർലമെന്റിൽ പറയാൻ വെച്ചിരുന്ന കുറച്ച് വാചകങ്ങളാണ്. ഈ വാചകങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. ഷേഖ് ഹസീനയുടെ കൂടും കുടുക്കിയൊക്കെ അടിച്ചു മാറ്റുന്നതിൻ്റെ ഇടയിൽ ഈ കത്തുവന്മാർ എടുത്തുകൊണ്ട് പോയി റോക്കറ്റാക്കി പറത്തി വിട്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഷേഖ് ഹസീനയുടെ ഈ കത്തിനകത്ത് പറയുന്നത് ഈ അട്ടിമറിക്ക് പിന്നിൽ US ആണ് എന്നാണ്. ഇതാദ്യമായിട്ടാണ് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഷേഖ് ഹസീന പറഞ്ഞു എന്ന് പറഞ്ഞു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഇതൊക്കെ പറഞ്ഞതാണ്. അതായത് US അവിടെ പ്രത്യേക താല്പര്യമുണ്ട്. അപ്പോൾ ഈ വേട്ടാവളിയന്മാരെല്ലാം ഇവിടെ വന്ന് പറഞ്ഞത് അമേരിക്ക നിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാടായതെന്ന്, അവിടെ യാതൊരുവിധ പ്രശ്നവുമില്ല എന്നാണ് യുവമാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ യാതൊരുവിധ പ്രശ്നവുമില്ല, യാതൊരുവിധ കുഴപ്പവുമില്ല, എല്ലാം ഓക്കെ ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ, അതായത് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഇന്ത്യയുടെ അതിർത്തികളിലേക്ക് ഇരച്ചെത്തുകയാണ്. ഇന്ത്യയുടെ അതിർത്തികളിലേക്ക് അവർ ഇരച്ചെത്തുമ്പോൾ ഇന്ത്യൻ പട്ടാളം അവരെ സമാശ്വസിപ്പിക്കുന്ന, സമാധാനിക്കുന്ന വീഡിയോകളെല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനത്തെ വീഡിയോകളെല്ലാം പുറത്തു വന്ന് അവരെ ഇന്ത്യൻ പട്ടാളം അവരോട് പറയുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങളെ ഇപ്പോൾ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റില്ല, നിങ്ങളിവിടെ ഉണ്ടല്ലോ, ഞങ്ങളും ഇവിടെ ഉണ്ട്, അതായത് ബോർഡറിൽ ഞങ്ങളുമുണ്ട്, നിങ്ങൾ സേഫാണ് എന്ന് വളരെ ഗംഭീരമായിട്ട് ബംഗാളി ഭാഷയിൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ മാത്രമല്ല, അവിടെയുള്ള പല വീഡിയോകളും ഓടുകയാണ്. ഇവിടെയുള്ള പല മാധ്യമങ്ങളും ഇത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പത്രം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ മാതൃഭൂമി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ കോളം വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇതാ, സേവ് മൈനോറിറ്റീസ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് ഞായറാഴ്ച ധാക്കയിൽ നടന്ന പ്രതിഷേധം. അയ്യോ പാവം. ഇങ്ങനെയാണ് മാതൃഭൂമി വാർത്ത കൊടുത്തിരിക്കുന്നത്. മനോരമയുടെ കാര്യം പിന്നെ പറയണ്ട. ഞാൻ മനോരമ മുഴുവനൊന്ന് അരിച്ചു പറക്കി നോക്കി. ഇതിനകത്ത് എവിടെയെങ്കിലും ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിൻ്റെ വിശദമായിട്ടുള്ള വാർത്തയുണ്ടോ എന്നറിയാൻ മനോരമ എല്ലാം ഇങ്ങനെ അരിച്ചു പറക്കി നോക്കിയപ്പം മനോരമയിൽ ആ വാർത്ത എനിക്ക് എന്തായിരുന്നാലും കാണാനായിട്ട് സാധിച്ചില്ല. പക്ഷേ മനോരമയിൽ വേറൊരു വാർത്ത എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ആ വാർത്ത എന്ന് പറയുന്നത് ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ 2 വയസ്സുകാരി സെലീന. ഇതാണ് ഈ വാർത്തയാണ് കാണാനായിട്ട് സാധിച്ചത്. അല്ലാതെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്ന ഒരു വാർത്ത പോലും മലയാള മനോരമ എന്ന് പറയുന്ന പത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അത് ഇനി എവിടെയെങ്കിലും ഒളിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാനായിട്ട് പാടില്ല. അങ്ങനെയാണ് ബംഗ്ലാദേശിൽ. തോൽക്കട്ടെ തോക്ക് ഈ പാൽച്ചിരിയിൽ, അയ്യോടാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്യാസ ക്യാമ്പിലെ ദുരിത ജീവിതത്തിൻ്റെ നേർക്കാഴ്ച പങ്കുവെച്ച് 2 വയസ്സുകാരി സെലീനയുടെ പിതാവ് അങ്ങ് ഗാസയിൽ ഇരുന്ന് പറഞ്ഞ കാര്യം ഇവിടെ മനോരമ അറിഞ്ഞ്. പക്ഷെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നങ്ങളും അത് ഇന്ത്യയെ ബാധിക്കുന്നതും, അവിടെ ആൾക്കാർ കൊല്ലപ്പെടുന്നതും, അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ടേക്ക് ഇരച്ചെത്തുന്നതും, ബംഗാൾ അതിർത്തിയിൽ അവർ കിടന്ന് കഷ്ടപ്പെടുന്നതും, അവിടെയുള്ള ആൾക്കാരെ കൊന്ന് കെട്ടിത്തൂക്കുന്നതൊന്നും തന്നെ നമ്മുടെ മലയാള മനോരമ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് മനോരമയ്ക്ക് ഇതിൻ്റെ പേരിൽ ഒരു അവാർഡ് കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ സുഡാപ്പികൾ നിരന്തരം ഇവിടെ കിടന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ചില സുഡാപ്പികൾക്ക് മാന്യതയുണ്ട്. ചില സുഡാപ്പികൾ പറയുന്നത് ഇസ്രായേൽ ഗാസയിൽ അടിച്ചപ്പോൾ നീയൊക്കെ ഇവിടെ കിടന്ന് സന്തോഷിച്ചില്ലേ, അതുകൊണ്ട് ഇവിടെ കുറച്ച് തിരിച്ചടി കിട്ടട്ടെ എന്ന് പറഞ്ഞ് ചില സുഡാപ്പികൾ തനി നിറം കാണിക്കുന്നുണ്ട്. ഗാസയിലെ കോൺഫ്ലിക്റ്റും
ബംഗ്ലാദേശിലെ കോൺഫ്ലിക്റ്റും തമ്മിൽ ഇവന്മാർ തുലനം ചെയ്യുകയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. രണ്ടും ആടും ആനയും പോലെ വ്യത്യാസമുള്ള സംഭവമാണ്. ഇവിടെ ബംഗ്ലാദേശിൽ നടന്നിരിക്കുന്ന കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ അവിടെ ന്യൂനപക്ഷ വേട്ടയാണ് നടന്നിരിക്കുന്നത്. ഗാസയിലും ഇസ്രായേലും നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്ന സെറ്റപ്പാണ്. ചുമ്മാ ഇരുന്ന ഇസ്രായേലിനെ അങ്ങോട്ട് മെസ്സൈൽ അടിച്ച് ചൊറിഞ്ഞ് ഇങ്ങോട്ട് ഇസ്രായേൽ കയറി അടിച്ചു. അതായത് നമ്മൾ ഇന്ത്യ ചുമ്മാ ഇരിക്കുകയാണ്, പാകിസ്ഥാൻ ഒരു മെസ്സൈൽ ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള സുഡാപ്പികൾ അയ്യോ പാകിസ്ഥാനെ ആക്രമിക്കില്ലേ എന്ന് പറയുമോ? ചിലപ്പോൾ അവന്മാർ പറഞ്ഞേക്കും, പക്ഷേ ഇവിടെയുള്ള ദേശസ്നേഹികൾ പറയില്ല, രണ്ടെണ്ണം കൊടുക്കട്ടെന്ന് തന്നെ പറയും. അങ്ങനെ ഇന്ത്യ തിരിച്ച് ആക്രമിക്കും. അതാണ് ഇസ്രായേലും ചെയ്തിരിക്കുന്നത്. അതായത് ഗാസയിൽ നിന്ന് മെസ്സൈൽ ഇങ്ങോട്ടേക്ക് ഹമാസിൻ്റെത് വന്നപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് ഇസ്രായേലിൽ നിന്ന് തുരുതുരാ മെസ്സൈൽ ഇങ്ങോട്ടേക്ക് അയച്ച് ഇസ്രായേൽ ഗാസ പിടിച്ചെടുത്തു. ഗാസ പിടിച്ചെടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് സിവിലിയൻസ് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. വേദനയുള്ള കാര്യമാണ്. പക്ഷേ വേറൊരു കാര്യം ആലോചിക്കണം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു. ആ വാർത്തയിൽ സ്കൂളിൻ്റെ മുകളിൽ ഗാസയിൽ ബോംബിട്ടു ഇസ്രായേൽ എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. പക്ഷേ ആ വാർത്ത ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ആ വാർത്ത ആദ്യം കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഇസ്രായേൽ സ്കൂളിൻ്റെ മുകളിൽ ബോംബിട്ടുന്നു. പക്ഷേ ആ വാർത്ത വായിച്ചു നോക്കിയപ്പോൾ ഹമാസിൻ്റെ കമാൻഡൻ്റ് അതിനകത്ത് ഒരു ഫുൾ ടീമിനെ വച്ച് തീവ്രവാദ സംഘടനയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ വിദ്യാർത്ഥികളെ കവചമാക്കിക്കൊണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ആ വാർത്തയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു, അട്രോസിറ്റീസ് നടക്കുന്നു. അതൊന്നും മനോരമ കണ്ടിട്ടില്ല, മാതൃഭൂമി കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. ദേശാഭിമാനി പിന്നെ അതിവിടെ വരുത്താറില്ല, അറിഞ്ഞതായി ഭാവിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല എന്ന് നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ കൊന്ന് കെട്ടിത്തൂക്കുകയാണ്, മാധ്യമപ്രവർത്തകരെയൊക്കെ അടിച്ച് ഓട്ടിക്കുകയാണ്, അടിച്ച് ഉറക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ് കടന്നു പോകുന്നത്. അപ്പോഴാണ് ഷേഖ് ഹസീനയുടെ ഈ കത്ത് പുറത്തു വരുന്നത്. ഷേഖ് ഹസീനയുടെ ഈ കത്ത് പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള കോളിളക്കം ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഷേഖ് ഹസീന കൃത്യമായി ആ കത്തിൽ പറയുന്നുണ്ട് ഇത് അമേരിക്കയുടെ അട്ടിമറിയാണ്. എന്തിനാണ് അമേരിക്ക അട്ടിമറിക്കുന്നത്? അമേരിക്കയ്ക്ക് സെന്റ് മാർട്ടിൻ ഐലൻഡ് എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ അധീനതയിലുള്ള ഒരു ഐലൻഡ് വേണം. ഈ സെന്റ് മാർട്ടിൻ ഐലൻഡ് എന്തിനാണ് അമേരിക്കയ്ക്ക് വേണ്ടത്? അമേരിക്കയ്ക്ക് അവിടെ എയർ ബേസ് തുടങ്ങണം. അമേരിക്ക എന്തിനാണ് അവിടെ എയർ ബേസ് തുടങ്ങുന്നത്? ചൈനയ്ക്കും ഇന്ത്യക്കും ഇതിനെ ആക്രമണം അഴിച്ചുവിടാൻ. ആക്രമണം അഴിച്ചുവിട്ടില്ലെങ്കിലും ഒരു കടിഞ്ഞാൻ അവിടെ അമേരിക്കയ്ക്ക് വേണം. ഇതാണ് അമേരിക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന പല ലോകരാഷ്ട്രങ്ങളുടെയും താഴെയും മുകളിലും സൈഡിലും കിടക്കുന്ന രാജ്യങ്ങളെ പറഞ്ഞ് കുത്തിത്തിരിപ്പിച്ച് അവിടെ വലിയ പ്രശ്നങ്ങളും കലാപങ്ങളും ഉണ്ടാക്കി വലിയ രീതിയിൽ അവിടെ അമേരിക്ക ആധിപത്യം സ്ഥാപിക്കും. എന്നിട്ട് ഈ ലോകരാജ്യങ്ങളുടെ വളർച്ചയെ തകർക്കും. ഈ ലോകരാജ്യങ്ങളുടെ വളർച്ചയെ തകർക്കാനായിട്ട് ഈ ലോകരാജ്യങ്ങൾക്കകത്ത് തന്നെ, അതായത് ഇന്ത്യക്കകത്ത് തന്നെ അമേരിക്ക ശ്രമങ്ങൾ നടത്തി വലിയ രീതിയിൽ പ്രതിപക്ഷത്തിനെയൊക്കെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അതിലൊരു വേട്ടാവളിയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. ആദ്യം ജാതി സെൻസസ് കൊണ്ടുവന്നായിരുന്നു. ഇന്നലെ സെബിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ സെബി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ഒരു ബോഡിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി ആ സെബിയുടെ കൂടെയല്ല, മറിച്ച് ഹിഡൻബർഗിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അതായത് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റുകൾ തകർക്കുക, ഇന്ത്യയുടെ ഷെയർ തകർക്കുക, അങ്ങനെ ഇന്ത്യയെ മൊത്തത്തിൽ തകർക്കുക. ഒരു രാജ്യത്തെ ഏറ്റവും അസ്ഥിരപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് അവിടുത്തെ സാമ്പത്തിക രംഗത്തെ തകർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഹിൻഡൻബർഗ് ആരാണ് അവനൊക്കെ? ഈ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കി, റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരുത്തൻ തയ്യാറാക്കി പുറത്തോട്ട് വിടും. ഉടനെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ആരും നിക്ഷേപിക്കില്ലേ? ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി വിളിച്ച് പറയുകയാണ്. നാളെ ഹിൻഡൻബർഗ് സെബിയെ ടാർഗറ്റ് ചെയ്തെങ്കിൽ റിസർവ് ബാങ്കിനെ ടാർഗറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ സുപ്രീം കോടതിയെ ടാർഗറ്റ് ചെയ്യും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കോഴ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയും ഈ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന വെട്ടാവളിയന്മാരും. അത് കഴിഞ്ഞ് നമ്മളെ പല ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഇവന്മാർ ടാർഗറ്റ് ചെയ്യും. അതായത് നമ്മുടെ പരമാധികാരത്തിൽ കൈ കടത്താനുള്ള ഒരു ശ്രമമാണ് ഇവന്മാർ നടത്തുന്നത്. ഒരു സംശയവും വേണ്ട മോനെ, ഇടിച്ചുറക്കിയിരിക്കും. ഒരു സംശയവും വേണ്ട, ഇടിച്ചുറക്കിയിരിക്കും എന്ന് പറഞ്ഞാൽ ഇടിച്ചുറക്കിയിരിക്കും. അത് ഹിൻഡൻബർഗ് ആയിരുന്നാലും ശരി, ലാൻസെറ്റ് ജേണൽ ആയിരുന്നാലും ശരി, ഒരു മയവും കാണൂല എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. അങ്ങനെ ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള വിഭാഗീയത പല തവണയായി നിന്നിരുന്നു. അതായത് പലതവണ ബംഗ്ലാദേശും അമേരിക്കയുമായിട്ടുള്ള വിഭാഗീയത നിന്നിരുന്നു. ഈ വിഷയം ഇന്ത്യ ശക്തമായി നോക്കി കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഷേഖ് ഹസീനയ്ക്ക് പിഴച്ചു പോയത്, ഷേഖ് ഹസീന അവിടെ സൈന്യത്തിൻ്റെ തലപ്പത്ത് ഒരു ചൈനീസ് ചാരനെ ഒരു കമാൻഡറായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇന്ത്യ പറഞ്ഞു ഇവൻ ചൈനീസ് ചാരനാണ്, ഇവനെ സൈന്യത്തിൻ്റെ തലപ്പത്ത് നിർത്തരുതെന്ന് പറഞ്ഞു. അതും അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള അട്ടിമറി എത്രയും വേഗത്തിൽ നടക്കാമോ അത്രയും വേഗത്തിൽ നടന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളെല്ലാം വലിയ രീതിയിൽ പ്രോമിനൻ്റ് ആയിട്ട് അഴിച്ചുവിടാനായിട്ട് അവർക്ക് സാധിച്ചു. അങ്ങനെ ബംഗ്ലാദേശ് വിശേഷമായി അവിടെയുള്ള ആൾക്കാരെല്ലാം ചന്ന ഭിന്നമായി പോയി. അവിടെ യൂനസ് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയെ തലപ്പത്ത് പിടിച്ചിരുത്തിയിട്ടുണ്ട്. നോബൽ പ്രൈസ് ജേതാവാണ്. ഒരാൾക്ക് നോബൽ പ്രൈസ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവൻ അമേരിക്കയുടെ അടിമയായി കഴിഞ്ഞു എന്നാണ്, അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റുകളുടെ അടിമയായി കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഗ്രേറ്റ തുണ്ടൻബർഗ് എന്ന് പറയുന്ന ഒരു പെണ്ണുപിള്ളയുണ്ട്. ഒരു കൊച്ചു പെണ്ണാണ്. അതായത് നമ്മുടെ കർഷക പ്രക്ഷോഭമൊക്കെ വന്നപ്പോൾ വലിയ രീതിയിൽ അതിനെതിരെ ടൂൾ കിറ്റുമായിട്ട് രംഗത്തിറങ്ങിയില്ലേ, അങ്ങനെ ടൂൾ കിറ്റുമായിട്ട് രംഗത്തിറങ്ങിയ ആൾക്കാരൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പിന്നെ
നമ്മുടെ മലാല യൂസഫ്സായി. പാകിസ്ഥാനിലെ ജനതയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും, അവിടെയുള്ള പാവം പിഞ്ചു പെൺകുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ തലയിൽ ഉണ്ട കയറിയപ്പോൾ അവിടെ നിന്ന് പൊടിയും തട്ടി നേരെ ലണ്ടനിലോട്ട് പോയി. ഉണ്ടയും കൊണ്ട് ലണ്ടനിലോട്ട് പോയി അവിടെ കടന്നിട്ട് ഇപ്പോൾ പാകിസ്ഥാനിലെ പെണ്ണുങ്ങളെ വേണ്ട, ആരെയും വേണ്ട. ഇപ്പോൾ ഇന്ത്യയിലെ കാശ്മീരിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോബൽ സമ്മാനമൊക്കെ കിട്ടി. കാശ്മീരിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മലാല യൂസഫ്സായി എന്ന് പറയുന്ന വേറൊരു പെണ്ണുമ്പിള്ള. ലണ്ടനിലാണെങ്കിൽ മുട്ടം കലാപവും നടക്കുന്നു. ഇപ്പോൾ ആ ഏരിയയിൽ കാണാനില്ല. കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളൊക്കെ ഇറക്കും എന്നുള്ളതാണ് ഇപ്പോൾ അവരെ കൊണ്ടുള്ള ഏക ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്നൊക്കെ പറയുന്നത്. ന്യൂനപക്ഷ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ ശക്തമായിരിക്കുന്നത് ബംഗ്ലാദേശിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെതിരെ എന്ത് നടപടിയാണ് അവിടെയുള്ള മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ആൾ എടുക്കുന്നത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. കാരണം ഇയാളും ഒരു പപ്പറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ അവിടെ നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിവിടെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അത് കണ്ടില്ല എന്നടിക്കുന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടായിരുന്നു, പ്രമോദ് രാമൻ എന്നാണ് അയാളുടെ പേര്, നിങ്ങൾക്കറിയായിരിക്കും. ഈ പ്രമോദ് രാമൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ഈ വലിയ മനുഷ്യസ്നേഹിയായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ ഇതുവരെ ഒരു വരി പോലും അതിനെതിരെ പോസ്റ്റ് ഇട്ട് കണ്ടില്ല. കാരണം പോസ്റ്റ് ഇടാത്തതിന് അതിനകത്ത് വലിയൊരു രാഷ്ട്രീയ മൊഴിഞ്ഞിരിപ്പുണ്ട്. അതായത് നമ്മുടെ ഷാനി പ്രഭാകർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ ഒരു ചർച്ചയിൽ നിന്ന് ഏതോ ഒരു BJP നേതാവിനോട് പറയുന്നത് ചർച്ച ഞാൻ ലൈവായിട്ട് കണ്ടതാണ്. അതായത് SDPI പ്രവർത്തകരുടെ ആക്രമണങ്ങൾ ഞങ്ങൾ കൊടുക്കാത്തത് BJP ശക്തിപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഒരിക്കൽ ഇവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈവിൽ അറിയാതെ പറഞ്ഞു പോയതൊന്നുമല്ല, അവിടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു വിഷം പുറത്തോട്ട് വന്നതാണ്. ഒരു ലൈവിൽ ഒരു ചർച്ചയിൽ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്ന വിഷയങ്ങൾ ഇവിടെ വലിയ വാർത്തയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിൽ വലിയ രീതിയിൽ ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാകും. ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഇവിടെയുള്ള രാഹുൽ ഗാന്ധിയും ഇതുപോലുള്ള വേട്ടാവളിയന്മാരും ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്തായാലും സ്വാഭാവികമായിട്ട് അത് ഇവർ പറയുന്നില്ലെങ്കിലും വലിയ രീതിയിൽ ദേശീയ മാധ്യമങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് അവന്മാരൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗാസയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിളിച്ച് പറയണം. ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്ന ആ ക്യാമ്പയിൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അങ്ങനെ വലിയ രീതിയിൽ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കണം എന്നുള്ള പക്ക ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ മുന്നേറുന്നത് എന്നുള്ള കാര്യത്തിനും യാതൊരു തർക്കവുമില്ല. എന്ത് തന്നെയായിരുന്നാലും ഷേഖ് ഹസീന പാർലമെന്റിൽ പറയാൻ വെച്ചിരുന്ന കാര്യങ്ങൾ, ആ പ്രസംഗത്തിന്റെ ആ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടുകൂടി ഒഫീഷ്യലായിട്ട് കൺഫേം ആയിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ അമേരിക്കയാണ്. ഷേഖ് ഹസീനയ്ക്ക് ഇതിനെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നുവെന്ന്. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ? അപ്പോൾ ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.